അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൂഡല്ലൂർ മസ്ഊദ് സഖാഫി ഉസ്താദിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മരണപ്പെട്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും അദ്ദേഹം പറഞ്ഞു വെച്ചതായ വാക്കുകൾ ഇപ്പോഴും നമുക്ക് ദിവസവും നമ്മുടെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അദ്ദേഹം അത്രയും നല്ല പ്രഭാഷകനാണ് എന്നുള്ളതിന് വേറെ ഒരു തെളിവും നമുക്ക് വേണ്ടതില്ല. അദ്ദേഹം പറയുന്ന ആ ഒരു ശൈലിയും അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നതായ രീതിയും അത് വല്ലാത്തത് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടുത്ത് ഞാൻ വാട്സപ്പിലൂടെ ഇങ്ങനെ വീഡിയോകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. എൻ്റെ കൂട്ടുകാരൻ തന്നെ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആണ്. എന്നിട്ട് പറഞ്ഞ അവനെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, "ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ചാനലിലൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾ പുറത്തുവിടണം. ഇത് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എന്നാലും എല്ലാവരും ഒന്ന് അറിയട്ടെ. ഈ വീഡിയോ കണ്ടിട്ട് അവർ മനസ്സിലാക്കട്ടെ" എന്ന് പറഞ്ഞു. ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. ആ അയച്ചു തന്ന ആ ഒരു കൂട്ടുകാരൻ്റെ ഫാമിലിയിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നതുകൊണ്ടാണ് അവൻ ഈ ഒരു വീഡിയോ അയച്ച് വളരെ വിഷമത്തോടു കൂടി എന്നോട് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് മസ്ഊദ് സഖാഫി ഉസ്താദ്, ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദിൻ്റെ ആ ഒരു വീഡിയോ ആദ്യം നമുക്ക് പ്ലേ ചെയ്ത് ഞാൻ കേൾപ്പിച്ച് തരാം. അത് കേട്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് അല്പം കൂടി നമുക്ക് സംസാരിക്കാം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മസ്ഊദ് സഖാഫി ഉസ്താദിൻ്റെ കൂടെ നമ്മെയും സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാഷണം കേട്ട് നോക്കാം. ആരും മുടക്കരുത് കേട്ടോ. കല്യാണം മുടക്കുന്ന ആള് നല്ലവർക്ക് മരിച്ചു പോകില്ല. ഞാൻ അതിൻ്റെ അനുഭവങ്ങളൊന്നും പറയാത്ത നിങ്ങളെ സദസ്സിന് കിട്ടണ്ടെന്ന് എഴുതിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ അനുഭവങ്ങൾ എൻ്റെ അടുത്തുണ്ട്. ഒരൊറ്റ കുട്ടിൻ്റെയും കല്യാണം മുടക്കരുത്. കല്യാണം നമ്മൾ മുടക്കിയാൽ നമ്മളൊരു പാഠം അള്ളാഹു തആല ഇവിടുന്ന് പഠിപ്പിക്കും. ലുൽമാണ്. ലുൽമ് ചെയ്ത ഒരാള് അതിൻ്റെ ശിക്ഷ അനുഭവിച്ചിട്ടല്ലാതെ എന്തായി പോവില്ല, മരിച്ചു പോവില്ല. ലുൽമ ഒരാൾ ചെയ്തോ, അത് മനുഷ്യനല്ല, ഒരു ജീവിക്കാണെങ്കിലും കാട്ടുജീവിക്കാണെങ്കിലും നാട്ടുജീവിക്കാണെങ്കിലും ഒരു അന്യായം ചെയ്തോ തക്ക ഫലം കിട്ടിയിട്ടേ മരിച്ചു പോകും. ലുൽമ ചെയ്യാൻ പാടില്ല. ലുൽമാണ് ആ സാധനം, കല്യാണം മുടക്കുക എന്നുള്ളത്. അതിനാരും ആണും പെണ്ണും നിൽക്കരുത്. സാധ്യതയുള്ള വാക്കും പറയരുത്, സങ്കല്പമുള്ള വാക്കും പറയരുത്. നേരെന്താണോ ഹക്ക് പറയണം. പറയാൻ പറ്റാത്ത ഒരു സംഗതിയിൽ പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പൊ ആള് നന്നായിട്ടുണ്ടെന്ന് ആ പഴയ കഥ പറയരുത്. ഒരാള് നേരത്തെ 10-15 വയസ്സിൽ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ആള് നന്നായിക്കണ്. അപ്പൊ 10-25 വയസ്സേക്കണ്. ഇപ്പൊ അയാൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്ന് 15 വയസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. അയാളെ നിങ്ങൾ പോയി നോക്കിയത് അന്വേഷിച്ചതും ഇപ്പൊ 25 ആള് നന്നായി ഉഷാറായിക്കണ്. നമ്മളിപ്പത്തെ കാര്യം പറഞ്ഞാൽ മതി. നമ്മളെത്ര മോശമാണ് അല്ലാണ്ട് നമുക്കറിയില്ലേ. അതും കൂടി അള്ളാഹു തആല വെളിവാക്കി. ഈ വിഷയത്തിൽ ആളെത്ര മോശമുണ്ട് ഉഷാറുണ്ട്. ഒരു വാപ്പയും ഒരു ഉമ്മയെങ്ങാനും ആ വിഷയത്തിൽ 30, 35, 40 വയസ്സായ കുട്ടികൾ ഇങ്ങനെ മുടക്കി കണ്ണീര് ഉറ്റിപ്പോയോ അതിൻ്റെത് അനുഭവിക്കേണ്ടി വരും. നീ ലാസ്റ്റ് എല്ലാവരും വന്ന് രോഗം സന്ദർശിക്കുന്ന നേരത്താണെങ്കിലും നല്ല അനുഭവിക്കേണ്ടി വരും. നാട് ഭരിച്ചിരുന്ന ഒരാളല്ലേ ഹജ്ജാജ് ബിൻ യൂസുഫ്. ഒരു കാരണമില്ലാതെയാണ് സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. മരിക്കണേന് മുമ്പ് രാജാവിനെ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ മൂപ്പര് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അസാബത്തിനി ദഅവത്തു സയ്യിദ് ബിൻ ജുബൈറിന്റെ ദുആ എനിക്ക് പറ്റിപ്പോയി. വല്ലാതെ വേദന, അസഹ്യമായ വേദന. എൻ്റെ ശരീരം തുണ്ടം തുണ്ടാക്കി ആരെങ്കിലും മുറിച്ചെന്നെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എവിടേക്ക് നോക്കിയാലും സയ്യിദ് ബിൻ ജുബൈർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോകുന്നുണ്ട്. ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് ഞാൻ ഇവിടെ കാണിക്കാനും ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഒരു നാട്ടുകാർ അല്ലെങ്കിൽ അയൽവാസികളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് കാണാനോ അല്ലെങ്കിൽ ഒരു ചെറുക്കനെ എന്തെങ്കിലും അന്വേഷിക്കാനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ കല്യാണത്തെ മുടക്കാൻ വേണ്ടി നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു അനുഭവത്തിൻ്റെ ഒരു കഥ പറയാം. അതായത് എനിക്ക് അറിഞ്ഞതായ ഒരു കഥയാണ് ഇത്. ഒരു ഉസ്താദാണ്. അദ്ദേഹത്തിന് ആദ്യം ഒരു കല്യാണം കഴിഞ്ഞു. എന്തോ കുഴപ്പമായി. അത് കഴിഞ്ഞ് ത്വലാഖും ചൊല്ലി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പെണ്ണ് നോക്കാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയാണ്. അദ്ദേഹത്തിന് പെണ്ണ് എവിടെയും കിട്ടുന്നില്ല. അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ആ മുമ്പ് കല്യാണം കഴിച്ച് പിരിച്ച ആ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവരും അവരുടെ കുടുംബക്കാരും എവിടെ പെണ്ണ് നോക്കാൻ പോയാലും അവിടെ ആകെ വഷളാക്കിയിട്ട് അതിനങ്ങ് ഇല്ലാണ്ടാക്കാൻ, ആ ഒരു കല്യാണത്തിന് തന്നെ മുടക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്.
ഈ ഉസ്താദാണെങ്കിലോ എനിക്കറിയുന്ന ഒരു ഉസ്താദും കൂടിയാണ്. നല്ലൊരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുഴപ്പത്തിലല്ല അവര് ത്വലാഖായത്. പക്ഷെ അവരുടെ അതായത് ഭാര്യയുടെ കുടുംബത്തിൽ നിന്നിട്ടാണ് പ്രശ്നങ്ങളുണ്ടായിട്ട് ആ ഒരു ത്വലാഖ് ആയിപ്പോയത്. എന്നിട്ട് അവര് തന്നെ ഈ ഒരു പ്രശ്നത്തിന് മുഴുവനും കാരണക്കാരായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം തേടി, തേടി, തേടി അവസാനം എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ഉസ്താദിന് പെണ്ണ് കിട്ടുന്നത്. അത്രയും അനുഭവിച്ച് കഴിഞ്ഞിട്ടാണ് പെണ്ണ് കിട്ടിയത്. സീ ഇത് ഞാനിവിടെ പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാല്, നമ്മൾ ഒരിക്കലും ആ ഉസ്താദ് എത്രത്തോളം ദുഃഖിച്ചിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഇവരനുഭവിക്കാതെ ഇവിടുന്ന് പോകില്ല എന്ന് നമുക്ക് മസഊദ് സഖാഫി ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകാം. നമ്മൾ ഒരിക്കലും വേറൊരാളെ കാര്യത്തിൽ ഇടപെടുകയോ അതിനെ മുടക്കാൻ നിൽക്കുകയോ ചെയ്യരുത്. കഴിയുന്നെങ്കിൽ ആ കുടുംബത്തിൻ്റെ നല്ല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും മുടക്ക് നിങ്ങൾ പറഞ്ഞിട്ട് ആ കുടുംബത്തിന് അങ്ങ് എപ്പോഴോ സംഭവിച്ച കാര്യങ്ങളാണ്. അതിനെ എടുത്തിട്ട് വലിച്ചിട്ടിട്ട് ഈ ആ ഒരു കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയെ ഇല്ലാണ്ടാക്കാനും അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതായ ആഹ്, പെണ്ണിനോ ആണിനോ ആലോചനയായി വരുന്നതായ ആ ഒരു കാര്യത്തിനെ മുടക്കി കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. ഇപ്പോഴും 40ഉം 35ഉം വയസ്സായ പെൺകുട്ടികൾക്ക് ഒരു ഇണയെ കിട്ടാതെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാര് നമുക്കിടയിൽ തന്നെ ഉണ്ട്. ചോദിച്ചാല് ആണ് കിട്ടുന്നില്ല ഉസ്താദേ, ഇണയെ കിട്ടുന്നില്ല ഉസ്താദേ, പെണ്ണ് കിട്ടുന്നില്ല ഉസ്താദേ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ റീസൺ എന്താന്ന് വെച്ചാൽ അയൽവാസികളും അതേപോലെ കുടുംബക്കാരുമാണ്. കുടുംബക്കാരുമുണ്ട് ഇതില്. കുടുംബക്കാരും അതിന് അവര് പെണ്ണ് നോക്കാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനോ വന്നു കഴിഞ്ഞാല് അതിനെ ഉടക്കി നിൽക്കും. എന്തെങ്കിലും കാര്യങ്ങൾ പറയും. അവനാണോ? അവന് അവിടെ തെണ്ടിത്തിരിയാൻ ആള് അങ്ങനെയാ ഇങ്ങനെയാ. അവളാണോ? അവള് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുടക്കിയാണ് കല്യാണമൊക്കെ. അവരുടെ കണ്ണുനീര് ഒരിക്കലും നിങ്ങൾക്ക് തട്ടാതെ പോവുകയില്ല. ഈ കാര്യങ്ങൾ വളരെയധികം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. അവർക്ക് സന്തോഷം നിങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ എത്രയും നിങ്ങൾ സന്തോഷം നൽകുക. ഒരിക്കലും നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ ചിന്തിച്ച് വേണം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ തുടരാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്കും പല അനുഭവങ്ങൾ ഉണ്ടായേക്കാം. തീർച്ചയായും അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായത്? ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാരുമായി നിങ്ങൾ ബന്ധപ്പെട്ട് അവരോട് പൊരുത്തം ചോദിക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ തൊട്ട് അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ മസ്ഊദ് സഖാഫി ഉസ്താദിനെ അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മെയും സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും നമുക്ക് ഇടയിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു എന്നുള്ള കാര്യമേ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ് ഏതായാലും ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.